ഹലോ ഫ്രണ്ട്സ്, ആദൂസിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു സ്കൂളിൽ. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെയാണ് കൊണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. 8-ാം തീയതിയാണ് സ്കൂൾ അവന് തുറന്നിട്ടുണ്ടായിരുന്നത്. അപ്പം പാതിരാപ്പള്ളിയിലുള്ള മേരി ഇമ്മാക്കുലേറ്റ് സ്കൂളിലേക്കാണ് അവൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അവൻ്റെ ഉമ്മി നാട്ടിലില്ലാത്തത് കൊണ്ട് വീഡിയോ എടുത്ത് അതെല്ലാം അയച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെതായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം നല്ലതുപോലെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ആദൂസ് കരയോ എന്നൊക്കെയുള്ള കുറേ സംശയങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ തന്നെ അവൻ എല്ലാ പരിപാടിയിലും എൻജോയ് ചെയ്ത് കാണുകയും അതുപോലെ തന്നെ അതിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പരിപാടിയിൽ ചെറിയ ചെറിയ മക്കൾ കുറേ നല്ല അടിപൊളി പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു അതെല്ലാം കാണാൻ വേണ്ടി. ഇത്രയും ചെറിയ പ്രായത്തിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നല്ലതുപോലെ തന്നെ എല്ലാം പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ പരിപാടി കൂടാതെ ഇവിടെ മാതാപിതാക്കൾക്കുള്ള കുറച്ച് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. വളരെ ലളിതമായ രീതിയിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവരെല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദൂസിനാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. സയാനാണെങ്കിൽ ചെന്നപാടെ തന്നെ അവിടുത്തെ പ്രിൻസിപ്പലിൻ്റെ കയ്യിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവനും ആകെപ്പാട് നല്ല സന്തോഷത്തിലും ത്രില്ലിലുമായിരുന്നു. കാര്യം ഇത്രയും കുട്ടികൾ ഒരുമിച്ച് കാണുന്നതൊക്കെ ആദ്യമായിട്ടാണ്. ഈ ഒരു ദിവസം ഏറ്റവും കൂടുതൽ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ആദൂസിൻ്റെ ഉമ്മി എന്ന് പറയുന്നത്. അതിൻ്റെതായ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു. അവന് വേണ്ട ഓരോ സാധനങ്ങളും അവൾ വീഡിയോ കോളിൽ വന്ന് സെലക്ട് ചെയ്തിട്ടാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളത്. എന്താണെങ്കിലും ഈ ഒരു വീഡിയോ ഞാൻ അവൾക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ദിവസത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഞാൻ ഒപ്പിയെടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം പരിപാടി നടക്കുന്ന ഹാളിൽ ഞങ്ങൾ ഇറങ്ങി നേരെ പോയിട്ടുണ്ടായിരുന്നു സ്കൂളിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായെന്ന് വെച്ചാൽ ആദൂസിൻ്റെ അംഗൻവാടിയിലേക്കായിരുന്നു. അംഗൻവാടിയിൽ ആദൂസിനെ പഠിപ്പിച്ച ടീച്ചർക്കും അതുപോലെ തന്നെ ആയയ്ക്കും ഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നേരിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ അംഗൻവാടി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കുറച്ച് സീറ്റ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദൂസിന് അവിടുന്ന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മളിവിടെ തന്നെ വരുന്നതാണ്. അതുവരെ ബൈ ബൈ.